Hey guys, I'm Zia. Welcome to my channel. Guys, ഇന്ന് ഞാനും എൻ്റെ കാക്കയും ഉമ്മച്ചിയും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എവിടാന്ന് വെച്ചാൽ അതൊരു സ്ഥലമാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. നല്ല അപ്പിട്ട കോസ്റ്റ്യൂം. എനിക്കൊരു ഡ്രസ്സ് ഡെയിലി ഞാനൊരു എന്താണ് സാറ്റിസ്ഫാക്ഷൻ അല്ല, എന്താ പറയാ, ഇത് കംഫർട്ട് കിട്ടിയാൽ ഞാൻ അതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ കുറച്ച് വീഡിയോയിലൊക്കെ ഞാൻ ഇതേ ഡ്രസ്സായിരുന്നു. എല്ലാവരും വേറെ ഡ്രസ്സ് ഇല്ലാത്തോണ്ടല്ലേ. ഗൈസ്, അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇന്ന് ബസ്സിൽ നിർത്തിച്ചിട്ടു. ഒരു തത്ത വന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹം കൊണ്ട് ഞാൻ എണീച്ചു കൊടുത്തതാണ്. ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ വന്നത്. കാരണം എന്താ വെച്ചാൽ ബാദുക്കാക്ക് ഫുഡ് അലർജി ഉണ്ട്, അത് കാണിക്കാനാണ് വന്നത്. ഇതൊരു ഹോസ്പിറ്റലാണെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പഴയ സ്കൂളാണ് കേട്ടോ. ഒരു പീസ്ഫുൾ പ്ലേസ്. ഗൈസ്, നല്ലൊരു സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ അത്. ഞാനാണ് ടോക്കൺ നമ്പർ 300 എത്ര ആണ്. കിട്ടി ഗൈസ്, പണ്ടത്തെ ആ ഒരു തറവാടിൻ്റെ ആംബിയൻസ് കേട്ടോ അത്. ആ നേരത്താണ് അപ്പുംപത്താടി വീണത് കണ്ടത്. അപ്പം ഞാനത് വേഗം ഓടിപ്പോയി എടുത്തു കേട്ടോ. ഗൈസ്, അവിടെ ടോക്കൺ നമ്പർ ആ ഒരു ഉച്ച സമയത്താണ് കിട്ടൽ. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. തീരെ വെയിലില്ലായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു. ഗൈസ്, അപ്പുപത്താടിയാണെങ്കിൽ ഞാൻ നിലത്ത് വെച്ചപ്പോൾ ബാദുക്കാക്ക അതിനിങ്ങനെ ഊതി വീടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാനതിനെടുത്തത്. ഈ കയ്യെടുത്താ അമ്മച്ചിൻ്റെ ആണ് കേട്ടോ. ഇതുവരെ കുട്ടിക്കളി മാറിയില്ല. ഗൈസ്, അപ്പുപത്താടീനെ ഇങ്ങനെ കൈമ വെക്കുമ്പോൾ നല്ല രസമാട്ടോ. അതാ പോയി, അത് എവിടേക്കോ പോയല്ലോ. അതാ പോയി കിട്ടി ഗൈസ്. ആ ഒരു ലൈറ്റ് വെയ്റ്റ് സംഭവം. ഗൈസ്, തീരെ ചൂടില്ലാത്തവിടുന്ന് നമ്മൾ കുറച്ചവിടെ മാറിയിരുന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, അങ്ങനെ ബാദുക്കാകനൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മരുന്ന് വാങ്ങുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു ചെടിയുണ്ട് കേട്ടോ. ആ ചെടിയത്തെ പൂവാണിത്. നമ്മുടെ സ്നാപ്ചാറ്റ് ഫിൽറ്റർ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഫോട്ടോയ്ക്ക് നല്ല ഇഷ്ടമായി. ഗൈസ്, നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സർബത്ത് കട ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു സാധാ സർബത്ത് വാങ്ങി, നല്ലൊരു മോര് സർബത്ത് വാങ്ങിട്ടോ. മോര് സർബത്തല്ലല്ലോ, മോര് സോഡ അല്ലേ. ഗൈസ്, മോര് സോഡ കുടിച്ചപ്പോൾ ആ ഒരു റീഫ്രഷിങ് ഔട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു ആ ചൂടത്ത് കുടിച്ചപ്പോൾ. ബാദുക്കാക്ക് നല്ല ഇഷ്ടമായി പറയുന്നുണ്ട്. ഗൈസിൻ്റെ കോലം നോക്കുക, ഒന്നായിട്ട് ബസന്തിൻ്റെ കോല അയക്കണേ. അന്നേരം ആ സർബത്ത് കടൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മളൊരു പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ പറഞ്ഞു, പൊരിച്ചത്തിരി അതൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് പൊറാട്ടയാണ് കേട്ടോ. ഇവർ രണ്ടാളും പ്രത്യേക വീഡിയോയിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, എൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രം ഞാൻ ഉൾപ്പെടുത്തില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനങ്ങനെ പറയും നിങ്ങൾ വിചാരിച്ചോ? നോ ഗായ്സ്, നമുക്ക് ഒരു സ്ഥലത്തും കൂടി പോകാണ്ട് നമ്മളൊന്ന് റീഫ്രഷ് ആയിട്ട് നമ്മൾ അവിടേക്ക് പോകുന്നതാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് അറിയണ്ടേ? ഫോളോ മീ. ഗൈസ്, അന്നേരയ്ക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ടാണ് എടുത്തത്. എന്തായാലും എൻ്റെ പേജിലുണ്ടാവും, എല്ലാവരും ഒന്ന് കയറി വെക്കുക. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോയാലോ? ഗൈസ്, അപ്പോൾ അടുത്ത നമ്മൾ പോകണ എങ്ങോട്ടാന്ന് വെച്ചാൽ എംഡേലിലേക്കാണ് കേട്ടോ. എംഡേലിൽ എന്തിനാണ് പോകുന്നത്? ഗൈസ്, അവിടെ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. ഗൈസ്, നമ്മൾ പോകുന്ന വഴി ഒരു ഇളനീർ ജ്യൂസ് വാങ്ങിയിട്ടു. ഗൈസ്, അങ്ങനെ നമ്മൾ എംഡേയിൽ എത്തിക്കണേ. ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ എത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഒരാളുണ്ടായിരുന്നു, അയാൾ വാഷ്റൂമിൽ പോയതാണ് കേട്ടോ. ആരാന്ന് മനസ്സിലായില്ലേ? എൻ്റെ ഇക്കാക്ക തന്നെ. ഗൈസ്, ഫൈനലി നമ്മൾ പ്ലാറ്റർ എത്തിയിട്ടോ. എന്ത് രസമാണ് ഗൈസ്, അതാ ഒരു ഫയറിൽ നിൽക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ 4 ആളെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല ഗൈസ്. ഗൈസ്, ഇതിൽ എന്തൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഹാഫ് ക്രീമി അൽഫാം, ഹാഫ് കാന്താരി ക്രീമി അൽഫാം, 4 പീസ് ഗ്രില്ലഡ് ബീഫ് റിബ്സ് ആണ് കേട്ടോ. ഗൈസ്, ഫുഡിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ മോനെ മസ്റ്റ് ട്രൈ, സെയിം സാധനം. പാവം ഗൈസ്, തണുപ്പ് പറ്റത്തില്ല, അതുകൊണ്ട് ജ്യൂസ് കുടിക്കണ്ട. തണുപ്പില്ലല്ലോ. തണുപ്പുണ്ട് ഗൈസ്. അങ്ങനെ ഉമ്മച്ചിൻ്റെ പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.
ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.